ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ എല്ലാ വിത്തുകളും മുളച്ചു വരാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് പറയുന്നത്. ഞാനിപ്പോൾ 2 രീതിയിൽ വിത്ത് പാവി, അതായത് നമ്മുടെ ഗാർഡൻ സോയിലും പാവി, അതുപോലെ തന്നെ നമ്മൾ വീട് പണിയുമ്പോൾ കിട്ടുന്ന പാറപ്പൊടിയിൽ അതിലും നമ്മൾ വിത്ത് പാവിയുണ്ട്. അപ്പം രണ്ടും കൂടി നോക്കിയപ്പോൾ പാറപ്പൊടിയിൽ വിത്ത് പാവിയിലാണ് നിറച്ച് മുളച്ചുണ്ടായത് തൈ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് വെറുതെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യാറ് പതിവുള്ളൂ. ഇതുപോലെ നമ്മൾ ഈ ഗാർഡൻ സോയിൽ ഇട്ട തൈയാന്ന് വെച്ചാൽ അത്ര അധികം ഒന്നും മുളച്ചില്ല. ഇത്രയും കൂടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു 5-6 എണ്ണം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ തിക്കായിട്ട് ഉണ്ടായില്ല. അപ്പം ഈ ഒരു മണ്ണ് വെച്ചിട്ട് നമ്മൾ അടീനിയത്തിൻ്റെ വിത്ത് പാവിക്കഴിഞ്ഞാൽ നല്ലോണം വിത്തുകൾ കിളിർത്ത് പുതിയ പുതിയ തൈകൾ ഉണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിലാണ് വിത്തുകൾ 2 കൊല്ലം കൂടുമ്പോഴേക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ വിത്ത് പാവിയുള്ളത്. ആ സീഡ്സ് എടുത്തിട്ടാണ് പാവിയുള്ളത്. 2 ബീൻസ് പോലെ നമ്മുടെ അടീനിയത്തിൽ വരുന്നതാണ് സീഡ് പോഡ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ 150 വിത്തുകളും ഉണ്ടാവും. ഓരോ വിത്തിനും എല്ലാ വിത്തും മുളയ്ക്കും ചെയ്യും. അതിനു വേണ്ടിയിട്ട് നമ്മൾ വിത്ത് പാകമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മൾ പാവി ഈ സോയിലിൽ, അതായത് നമ്മൾ വീട് പണിയുമ്പോൾ കിട്ടുന്ന ഒരു മണ്ണുണ്ടല്ലോ അതിൽ പാവി സെറ്റ് ചെയ്യണം. അപ്പം ഇതുപോലെ വീട് പണിയണ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിലാണ് ഞാൻ അടീനിയത്തിൻ്റെ വിത്ത് പാവിയപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് എല്ലാ വിത്തും മുളച്ച് നിൽക്കുന്നത്. അപ്പം ഇതുപോലത്തെ പാകമായ വിത്തോളം നമ്മൾ ഇതിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടതോ നൂലുകൊണ്ട് കെട്ടിയതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ അപ്പൂപ്പന്താടി പോലെ വിത്തോളുണ്ടാവും. ഇത് നമ്മളിങ്ങനെ മാറ്റി ഇത് നമ്മൾ ഓരോന്നിങ്ങനെ മാറ്റിയെടുക്കണം. ഇതിൻ്റെ 2 സൈഡും മാറ്റി ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വിത്ത് സെലക്ട് ചെയ്യണം. വേനൽക്കാലത്ത് കിട്ടുന്ന വിത്തുകളൊക്കെ നല്ല ഹെൽത്തി ചെയ്ത് ഇതുപോലെ ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇങ്ങനത്തെ പഞ്ഞികൾ മാറ്റി ഇതുപോലെ നമ്മൾ വിത്ത് ഇങ്ങനെ എടുക്കാം. ഇപ്പം ഞാൻ എത്ര വിത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഫംഗിസൈഡ് ഞാൻ സാഫിന് എടുത്തുള്ള അത് നമുക്ക് നമ്മുടെ വിത്തായിട്ട് ഇന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഇതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ വിത്ത് പാവാനായിട്ട്. അപ്പം നമ്മുടെ ഒരു ഉറുമ്പ് ശല്യം ഒന്നും വരില്ല. ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പാവിയത്. നമ്മളിതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ വീട് പണിയണ മണലിനടുത്തുള്ള ഈ ഒരു മീഡിയത്തിലാണ് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് മീഡിയ ആയിട്ട് തോന്നിയുള്ളത് ഇതാണ്, പോട്ടി മിക്സ്. അപ്പം ഇതിൽ വേറെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഈ വീട് പണിയണ മണൽ, സാൻഡ് മണൽ മാത്രം. എന്നിട്ട് നമ്മൾ വിത്തുകൾ ഇങ്ങനെ അകത്തി ഒന്ന് ഇടാം. അപ്പം നമ്മൾ വിത്ത് ഇതിങ്ങനെ അകത്തി ഇടാം. അങ്ങനെ എല്ലായിടത്തും ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അകത്തിയിട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ച് നടുമ്പോൾ നല്ല എളുപ്പത്തിൽ നടാൻ പറ്റും. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സാൻഡ് മണലിട്ടിട്ട് വിത്തിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് മൂടണ സൈസ് ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് നമ്മളൊന്ന് മണലിട്ടു, എന്നിട്ട് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ നട്ടപ്പോഴാണ് പെട്ടെന്ന് തന്നെ മുളയ്ക്കുകയും ചെയ്തു. 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തൈ മുളയ്ക്കുകയും ചെയ്തു, നിറച്ച് മുളച്ചു. ഒരു സ്റ്റേജ് വരെ ഇതുപോലെ നനയ്ക്കാനേ പാടുള്ളൂ. ഇതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ കണ്ടറിയാൻ നല്ല ഉരുണ്ടിരിക്കുന്നുണ്ട്, നല്ല ഹെൽത്തി സീഡ്സ് ആയിരുന്നു. അപ്പം എല്ലാ വിത്തും ഇങ്ങനത്തെ സാൻഡ് മണലിൽ മുളച്ചു. ഇതിപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വീണ് കെടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേറൊരു പാത്രം കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗാർഡൻ സോയിൽ വെച്ച ചെടിയാണ് ഇത് ഇതുപോലെ നിൽക്കുന്നത്. കണ്ട, അത് അധികം ഒന്നും മുളച്ചില്ല. ഒരു 3-4 എണ്ണം കൂടി ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഈ വീട് പണിയുമ്പോൾ സാൻഡ് മണലാണ് എനിക്ക് നന്നായി തോന്നിയുള്ളത്. അപ്പോൾ ഇതിൽ പാവി കഴിഞ്ഞാൽ നല്ല വിത്ത് മുളയ്ക്കും. പിന്നെ വിത്ത് മുളപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മൾ പാവാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് വരണത്. നമ്മളിങ്ങനെ ആമസോണിൽ നിന്നും നെറ്റിൽ നിന്നൊക്കെ വരുത്തി കഴിഞ്ഞാൽ, ഓൺലൈനിലൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഈ ചെടി പഴക്കമുണ്ടാവും വിത്തിന്. അപ്പോൾ അത്ര പെട്ടെന്ന് തന്നെ മുളയ്ക്കില്ല. ഇതിങ്ങനെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ് കൈയോടെ തന്നെ ഇങ്ങനെ പായി കഴിഞ്ഞാൽ എല്ലാ വിത്തും മുളയ്ക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാവും. നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ അടീനിയം തൈ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മുടെ സീഡ് നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് നല്ല ടൈറ്റ് വേണ്ട, ജസ്റ്റ് ഇതൊന്ന് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് കെട്ടിയാൽ മതി. അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടാലും മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ മൂക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി നമ്മൾ നോക്കുമ്പോഴേക്കും ഇത് പറന്നു പോകും. എന്നിട്ടാണ് ഈ ഒരു വിത്താണ് നമ്മൾ പാകമാകുമ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ട് ഇതുപോലെ സാൻഡ് മണലിലിട്ട് മുളപ്പിച്ചെടുത്തത്. റോസ് പെറ്റൽ ഫ്ലവറാണ്. അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ വിത്തുണ്ടായിട്ടുണ്ട്. ഇത് സീഡ് പൊടി ഇവിടെ, അതുപോലെ ഇവിടെ ഒരു 4 സെറ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പാവിയിട്ട് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാം. ഈ മെത്തേഡിൽ നമ്മൾ വിത്ത് പാവിയാൽ മതി.